അമ്മേ അമ്മേ, ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടി. ഞാനാ ക്ലാസ്സിൽ ഫസ്റ്റ്. കണക്കിന് മുഴുവൻ മാർക്കും ഉണ്ട്. എവിടെ നോക്കട്ടെ. ഹാ, ഗുഡ് ഗുഡ്, ഇങ്ങനെ വേണം. എടാ, നിനക്ക് പേപ്പർ കിട്ടിയില്ലേ? ചേച്ചിന്റെ പേപ്പർ കണ്ടോ? ഫുൾ മാർക്കാ. ഏതോ 2 കിട്ടിയിട്ടുണ്ട്. എത്ര മാർക്ക് ഉണ്ടെന്ന് പറ, പേപ്പർ നോക്കട്ടെ. അമ്മക്ക് എന്തായാലും ചേച്ചീന്റെ അത്ര മാർക്കൊന്നുമില്ല. അല്ലേലും ഫുട്ബോൾ കളിച്ച് നടന്നാ എങ്ങനെ മാർക്ക് കിട്ടാനാ? ഓ, ആ പിള്ളേരിപ്പോ വരില്ലോ കളിക്കാന്. എത്ര പറഞ്ഞാലും കേൾക്കൂല. ചേച്ചിനെ കണ്ട് പഠിക്കടാ. ആ ദാ അച്ഛൻ വരുന്നുണ്ട്. തുടങ്ങിയോ അമ്മയും മോനും കൂടി? നിങ്ങൾ നോക്കി, ഓന്റെ മാർക്ക് കണ്ടില്ലേ? ഇംഗ്ലീഷിന് 50 23, കണക്കിന് 18. എടുത്ത് തലയിൽ വെച്ച് നടന്നോളി. ചെക്ക നല്ലോണം വഷളാവുന്നുണ്ട്. ഇന്നാള് സ്കൂള് വിട്ട് വരാണ്ടേ ആരെയോ വണ്ടിയമ്മ കയറി പോയിന്ന് മോള് പറഞ്ഞേ കേട്ടില്ലേ? അറിയാത്തവരെ വണ്ടിയമ്മ കയറരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കൂല. അറിയാത്ത വണ്ടി കയറരുത് മോനെ. എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ആർക്കറിയാം? അത് അച്ഛാ, അറിയാത്തവരൊന്നല്ല, എന്റെ ഫ്രണ്ടിന്റെ കസിനാ. നീ എന്തിനാടി ഓനെപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഇങ്ങള് കണ്ടില്ലേ, ഓൻ ഇത്തിരിയും മാർക്കില്ല. പുസ്തകം തൊടൂല. പറഞ്ഞു പറഞ്ഞു മടുത്ത്. വിസ്മയ പഠിക്കും പോലെ ഓനിരുന്ന് പഠിച്ചാലെന്താ? അതൊക്കെ ശരിയാകോടോ. ഓൻ ആൺകുട്ടിയല്ലേ, ഓളെ പോലെ ഇരുന്ന് പഠിക്കാഞ്ഞിട്ടാ. ബുദ്ധിയുണ്ട്. നീ ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞു നോക്ക്. ഓ, സ്നേഹത്തോടെ പറയാത്തതിന്റെ കുഴപ്പാ. വരുന്നുണ്ടല്ലോ വൈകുന്നേരത്തെ കമ്പനിക്കാരി. വിഷ്ണു വിഷ്ണു, വേഗം വാ, അവിടെ കളി തുടങ്ങിയില്ലേ? ആടാ വരുന്നു. ഓ, വന്ന് കേറിയതേ ഉള്ളൂ. ആ യൂണിഫോമെങ്കിലും മാറ്റിയിട്ട് പോടാ. അതിലെ ചളി ഒരച്ചെടുക്കാൻ ഞാൻ പെടുന്ന പാട്. ഷർട്ട് ഊരി വെച്ചിട്ടുണ്ട്, പാനിൽ ചളിയാക്കൂല. ബാടാ പോവാ. മലയാളം ഒന്ന് വായിച്ചേക്കാം. ശാന്തിനികേതനം. കൽക്കത്ത നഗരത്തിൽ നിന്ന് 100 നാഴിക അകലെ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ അമ്മേ ദാ വന്നിക്ക അമ്മേന്റെ മോൻ. പാന്റ് അപ്പടി ചളിയാട്ടോ. പോടി, നീ പോടാ. എടാ, കുളിച്ച് പഠിക്ക്. മോള് പഠിക്കുന്ന കണ്ടില്ലേ? ഓ കുളിച്ചോ സാറ്? നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിരുത്തിട്ടോ. വിഷ്ണുവിന് ഹോംവർക്ക് ഒന്നുമില്ലേ? പുസ്തകം എടുക്ക് നോക്കട്ടെ. ഇന്ന് 3 പീരീഡ് ഒഴിവേനു. ഹോംവർക്കൊക്കെ ഞാൻ സ്കൂളിൽ ചെയ്ത്. വെറുതെ പറയണതാമ്മേ, ഇന്ന് എല്ലാ ടീച്ചർമാരും വന്നിട്ടുണ്ട്. ഇതാ അമ്മേ ഓന്റെ പുസ്തകം. ഇതെന്തൊരു കഥയാടോ? പുസ്തകത്തിലാണോ എന്റെ കളി? പൊതിയൂല, ഒരു വൃത്തിയുമില്ല. എന്റെ ചേച്ചിന്റെ ബുക്ക് നോക്ക്, എന്ത് വൃത്തിയാ. എന്റെ എഴുത്തു ഓളെഴുത്തു നോക്കിന്റെ വിഷ്ണു. ഓ, എന്തിനു കുറ്റോ, ഒക്കത്തിനു ഓളെ നോക്ക്. എടാ അഭിനവേ, എനിക്കൊരു സൗകര്യം ഇല്ലടോ വീട്ടില്. ഞാൻ എത്ര നോക്കിയിട്ടു എനിക്ക് ചേച്ചീനെ പോലെ മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പഠിച്ചതൊന്നും മണ്ടയിലോട്ട് കേറുന്നുമില്ല. ഈ വിഷമിക്കല്ലടോ, നിന്റെ കാര്യം അങ്ങനെയൊക്കെയല്ലേ. അമ്മയ്ക്ക് തൊഴിലുറപ്പ് കഴിഞ്ഞു വന്നാ പിന്നെ ക്ഷീണ. നിന്റെ ബുക്കും മാർക്കും ഒന്നും അമ്മ നോക്കല്ല. അതുകൊണ്ടെന്താ ഞാൻ കഴിച്ചില്ലായി. ചിലപ്പൊക്കെ അമ്മേന്റെ വർത്താനം കേൾക്കുമ്പോ വീട്ടിലേക്ക് പോവാൻ തോന്നൂല. ചേച്ചീനെ കണ്ടുപടി ചത്താണാൻ തോന്നുക. പിട്ടിത്തം പറയില്ലടോ. നമുക്കൊരു കാര്യം ചെയ്യാ, പഠിച്ചാ തലേ കയറുന്ന മരുന്ന് എന്തേലും ഉണ്ടോന്നൊന്ന് അന്വേഷിക്കുക. എന്തായാലും വേണ്ടില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ചേച്ചീനെ പൊട്ടിക്കണം. എന്റെ ഒരു കസിനുണ്ട്, വകയിലൊരു ബന്ധുവാ. മൂപ്പർക്ക് ഇതിനൊക്കെ ഒരു കഴിവുണ്ട്. നമുക്ക് ആളിന്ന് പോയി കണ്ടാലോ? ഓക്കെ, നാളെ തന്നെ വേണട്ടോ. നാളെ സ്കൂൾ വിട്ട് നമുക്കൊരു സ്ഥലം വരെ പോണം. ആ ചന്തമുക്കിനടുത്തൊരു സ്ഥലമുണ്ട്, ഒരു കച്ചവടം അമലേട്ടന്. ചിലപ്പോ ഓട്ടോറിക്ഷയിലും പോവും. ആളൊരു പരസഹായിയാ. ഓക്കെ, നാളെ കാണാം. ശരി, വേഗം നടക്കടോ. ഇനിയുണ്ടടോ പോവാൻ? ഇല്ല, അതവിടെ എത്തി. അതാ അമലേട്ടെ, വേഗം വാ. ഏട്ടാ, എനിക്ക് പഠിച്ചിട്ടൊന്നും മണ്ടയിലോട്ട് കേറുന്നില്ല. നിങ്ങളടുത്ത് പഠിച്ചത് ബുദ്ധി നിൽക്കുന്ന എന്തോ ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞേ. അമലേട്ടാ, ഇതാ ഞാൻ പറഞ്ഞ ആള്. നിങ്ങൾ എന്തേലും ഒരു വഴി പറഞ്ഞു കൊടുക്കി. ഒക്കെ ശരിയാക്കാടാ. മരുന്ന് എന്റെ അടുത്തില്ല, ഒരാളുടെ അടുത്തുനിന്ന് വാങ്ങണം. വെറുതെ കിട്ടൂല. ബുദ്ധിന്റെ മരുന്നല്ലേ, ഇത്തിരി കോസ്റ്റ്ലിയാ. എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല കേട്ടോ. അമ്മ ST അല്ലാണ്ട് ഒരൊറ്റ പൈസ തരൂല. അച്ഛനെ ആണെങ്കിലോ തരാനും സമ്മതിക്കൂല. ചോദിച്ചാൽ 100 ചോദ്യ. എന്തിനാ ഏതിനാ? സാരല്ല, നിന്റെ ചങ്ങായി ആയി പോയില്ലേ. ഇപ്പോഴത്തെ പൈസ ഞാൻ കൊടുക്കാം. എന്നും നടക്കൂല, അതിനി വഴി കണ്ടെത്തണം. ഓക്കെ ചേട്ടാ, അടുത്ത ആഴ്ച ക്ലാസ് ടെസ്റ്റ് ഉണ്ട്. അതിൽ എനിക്ക് മാർക്ക് വാങ്ങി കാണിക്കണം. ഓക്കെ, നാളെ തൊട്ട് മരുന്ന് തുടങ്ങിയോ? ശരി. അമ്മേ വേഗം വരി. വിഷ്ണുവിനൊന്ന് നോക്കിക്കള്. സ്കൂള് വിട്ടുപുത്തിട്ട് എന്തൊക്കെയോ പറയാ. ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ വന്നില്ല. പിന്നെന്തോ തലല്ലാത്ത കളി കളിക്കുക. വിടടി, ഒരു പഠിപ്പിസ്റ്റ്. ബുദ്ധിടടി, മാർക്കുണ്ടടി. വിടടി. മോനെ വിഷ്ണു, നിനക്ക് എന്ത് പറ്റിയടാ?
അയ്യോ എന്റെ മോനെ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി. ഇവരെന്താ പറ്റിയതാ മോളെ? എന്താ വിഷ്ണു, നിനക്ക് എന്തു പറ്റി? തല നേരെ നിൽക്കുന്നില്ലല്ലോ. മോനെ മോനെ, നമുക്കിനെ വേഗം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാ. നിങ്ങൾ കാർ എടുക്കി. എന്റെ മോൻ എന്താ പറ്റിയ ഡോക്ടറെ? അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. ഡ്രഗ്സ് എന്തോ ഉള്ളിൽ എത്തിയതിന്റെ പ്രശ്നം. കുറച്ചു കഴിയുമ്പോ നോർമൽ ആകും. ഈ കുട്ടിക്ക് ഇത് എവിടെന്നാ കിട്ടിയത്? ഡ്രഗ്സോ? എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഡോക്ടറെ. ഞാനൊന്ന് വിശദമായി പരിശോധിക്കട്ടെ. പേടിക്കാനൊന്നുമില്ല. എന്റെ മോനെ, എന്നാലും ഡോക്ടർ വിടുന്നുണ്ട്. മകന് അവന്റെ ഫ്രണ്ടിന്റെ ചേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ ഇത്. ബുദ്ധി വെക്കാനുള്ള മരുന്ന് തേടി പോയി എത്തിപ്പെട്ടതാണ് ഡ്രഗ്സിൽ. നിങ്ങൾ തന്നെയാണ് കാരണം. ഞങ്ങളോ ഡോക്ടറെ? അതെ, നിങ്ങൾ അവന് മാർക്ക് കിട്ടാത്തതിന് വഴക്ക് പറഞ്ഞതും ചേച്ചിയെ കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞതും നിരന്തരം താഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നതും അവന്റെ മനസ്സിനെ എത്ര നോവിച്ചിട്ടുണ്ടെന്നറിയാമോ? അവളെ പോലെ പഠിച്ച് മാർക്ക് വാങ്ങി കാണിക്കാൻ പോയിട്ടാണ് ഇവിടെ എത്തിയത്. കഷ്ടം. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാനാവുമോ? ഇങ്ങനെ കുട്ടികളെ താരതമ്യപ്പെടുത്തുമ്പോൾ രക്ഷിതാക്കൾ കുട്ടികളുടെ മനസ്സറിയുന്നില്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. തുടക്കത്തിൽ തന്നെ മനസ്സിലായല്ലോ. അവന് ഞാൻ കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട്. ഇനി ഇത്തരം വിഷയത്തിലൊന്നും ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. നിങ്ങളും അവനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. കുട്ടികൾ പലരും പല കഴിവുള്ളവരല്ലേ ശ്രീമതി അമ്മേ. അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് വളരട്ടെ. മാർക്കാണോ എല്ലാത്തിന്റെയും മാനദണ്ഡം? സ്കൂളിൽ മാർക്ക് നേടാത്ത, പരാജയപ്പെട്ട എത്രയോ പേർ പിന്നീട് വലിയ വലിയ മേഖലകളിൽ എത്തിയിട്ടുണ്ട്. വിഷ്ണുവും പഠിച്ച് അവന്റെ വഴി തേടി പോയിക്കോളൂ. അരമണിക്കൂർ കൂടി കഴിഞ്ഞ് അവനെ കൊണ്ടുപോയിക്കോളൂ. ഓക്കെ ഡോക്ടർ. ഇനി ഉണ്ടാവില്ല അമ്മേ. ഞാൻ ഇനി ഒന്നിലേക്കും പോവില്ല. ഡോക്ടർ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ലഹരി മാഫിയ ചുറ്റുമുണ്ട്. അകപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ജീവിതമാകട്ടെ ലഹരി.